എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസം ഈ ഹോസ്പിറ്റൽ OT യൂണിഫോമിൻ്റെ ഒരു ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് പാൻസിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. അത് ഒരുപാട് പേര് കാണുകയും അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുകയും ചെയ്തു. അതുപോലെ ഞങ്ങൾ വെട്ടിത്തയ്ച്ചു, വളരെ ഉപകാരപ്രദമായി എന്ന് പലരും കമൻ്റ് ഇട്ടിരുന്നു. അത് ഒരുപാട് സന്തോഷം. കാരണം നമ്മളിടുന്ന ഒരു വീഡിയോ തികച്ചും സത്യസന്ധമായ രീതിയിൽ തന്നെ യാതൊരുവിധ എഡിറ്റിങ്ങും ഇല്ലാതെയും പിന്നെ എനിക്ക് കടയിൽ തയ്ക്കാൻ കിട്ടുന്ന വീഡിയോയാണ് കൂടുതലും ഞാൻ നിങ്ങൾക്ക് ഇട്ട് കാണിക്കുന്നത്. ഈ വീഡിയോയ്ക്ക് വേണ്ടി ഒരിക്കലും ഞാൻ ഒരു തുണി എടുത്ത് അങ്ങനെ ചെയ്യുന്നതേയില്ല. പിന്നെ ചില സാരി ബ്ലൗസിൻ്റെ മാത്രം ഞാൻ അങ്ങനെ വേറെ ഇരിക്കുന്ന തുണിയിലൊക്കെ വെട്ടി കാണിക്കുന്നുണ്ട്. കാരണം പലരും ആവശ്യപ്പെടും 34 സൈസുള്ളത്, 36 സൈസുള്ളത്. അപ്പം നമുക്ക് കടയിൽ കിട്ടുമ്പം ചിലതൊക്കെ സൈസ് വ്യത്യാസം വരും. നമ്മൾ ഇട്ട വീഡിയോയുടെ തന്നെ വരുമ്പോഴത്തേനും നമ്മളെ അത് പിന്നെ ആവർത്തിച്ച് നിങ്ങളെ കാണിക്കും. അത് നിങ്ങൾക്കും ഒരു ഇഷ്ടപ്പെടാഴി വരും. പിന്നെ യൂട്യൂബ് കമ്പനിക്കും അതിൻ്റെ നിയമങ്ങളനുസരിച്ച് ഇട്ട വീഡിയോ പിന്നെ നമ്മൾ ഇടുക എന്നുള്ളത് ഒരു വലിയ എതിരായ ഭാഗമാണ്. ഇപ്പോൾ 2026 യൂട്യൂബ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നതാണ് ഈ റീയൂസ്ഡ് കണ്ടൻറ്റ്. എന്നതാണ് നമുക്കൊരു അപ്പീലോ ഓപ്ഷനോ കൊടുക്കാൻ പറ്റാത്ത വിധത്തിലായിരിക്കും യൂട്യൂബ് കമ്പനി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തികച്ചും നമ്മൾ സാരി ബ്ലൗസിൻ്റെ വേറൊരു തുണിയിൽ തന്നെ വെട്ടി കാണിക്കും. കാരണം ആവർത്തനം വരാതിരിക്കാൻ വേണ്ടിയൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിപ്പോൾ OT ഡ്രസ്സ് ഞാൻ നിങ്ങളോട് പറഞ്ഞിരിക്കുന്ന V-നെക്ക് മോഡലിലുള്ള OT ഡ്രസ്സിൻ്റെ അതിൻ്റെ കോട്ടാണ്. ഫുൾ റൗണ്ട് ഇലാസ്റ്റിക് പാൻസിൻ്റെ നമ്മൾ ചെയ്ത് കാണിച്ചു. അപ്പോൾ അതിൻ്റെ യൂണിഫോമിൻ്റെ ഒരു കോട്ടാണ്. ഇതുപോലുള്ള യൂണിഫോം നിങ്ങൾ പഠിച്ച് വെച്ചാൽ റെഗുലറായിട്ട് തന്നെ നിങ്ങൾക്കിത് കിട്ടും, തയ്ക്കാൻ കിട്ടുന്നതാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്കിത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ഇതാണ് ഈ V-നെക്ക്. ഇതിൻ്റെ ഞാനൊന്ന് വരച്ചിട്ടുള്ളതും കൂടെ കാണിച്ചു തരാം. ബുക്കെ നമ്മൾ വരച്ചെടുക്കുമ്പം അളവ് ടോപ്പുണ്ട്. ഇനി നിങ്ങൾക്ക് അളവ് ടോപ്പ് ഇല്ലെങ്കിൽ പോലും ഇത് അളവെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ ഈ മോഡൽ. പിന്നെ പ്രത്യേകം എനിക്ക് പറയാനുള്ളത്, നമ്മൾ V-നെക്ക് നമ്മൾ ഇതുപോലെ പടി കൊടുത്ത് V-നെക്ക് വെട്ടുമ്പോൾ എപ്പോഴും നിങ്ങൾ നമുക്ക് തീർന്ന് കിട്ടുന്ന അളവിൻ്റെ നിന്നും 1/2 ഇഞ്ച് കൂട്ടിയ ഈ സൈഡ് വെട്ടാവുള്ളൂ. മനസ്സിലായോ? ഈ സൈഡ്. ഇനി അഥവാ സംശയം തോന്നിയെങ്കിൽ ആദ്യം നിങ്ങൾ ബാക്ക് പീസ് വെട്ടിയെടുത്ത് ഷോൾഡർ വേണം ഇങ്ങനെ നോക്കിയാലും നിങ്ങൾക്ക് ഐഡിയ കിട്ടും. ഈ സൈഡിൽ നിങ്ങൾ 1/2 ഇഞ്ച് തുമ്പിട്ട് വെട്ടിയാൽ ഈ പടിപ്പീസ് പിടിപ്പിച്ച് കഴിയുമ്പോൾ കുറച്ചും കൂടെ നല്ല ക്ലിയർ ആക്കിയിട്ടും അളവ് തെറ്റാഴിയും വരും. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ അളവിൽ തന്നെ നിങ്ങൾ വെട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ പടി പിടിപ്പിച്ച് കഴിയുമ്പോൾ പിന്നെയും ഇതകത്തോട്ട് കയറി പോകുമ്പോൾ നെക്ക് നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വൈഡ് കൂടി പോകും. അപ്പോൾ അത് പ്രത്യേകം സൂക്ഷിക്കുക. പിന്നെ ഇറക്കം എടുക്കുമ്പോൾ കറക്റ്റ് ഷോൾഡറിൽ നിന്ന് ഒത്തിരി തെന്നിപ്പോകാതെ ഈ സൈഡിൽ നിന്ന് ഇറക്കം എടുക്കരുത്, ഈ സൈഡിൽ നിന്ന് തന്നെ ഇറക്കം ഇങ്ങനെ എടുക്കണം. ഷോൾഡറിൻ്റെ ചിലത് ഇവിടുന്ന് ഇങ്ങനെ പിടിച്ചെടുക്കുമ്പോൾ പിന്നെ ഇട്ട് കഴിയുമ്പോൾ അത് കുറഞ്ഞു പോകും. പിന്നെ പടി അഴിച്ച് നമ്മൾ കൂട്ടാനൊക്കെ നിൽക്കണം. അപ്പോൾ ആ കാര്യം പ്രത്യേകം നോക്കുക. അളവ് പറഞ്ഞു തരാത്ത ഇത് ഒരളവ് ടോപ്പായതുകൊണ്ടാണ്. ഇവിടെ മനസ്സിലായല്ലോ? ഈ നെക്ക് ഇതുണ്ട്, ഇവിടെ ഇങ്ങനെ ഓവർലോ പോലെ നിൽക്കുന്നു. നമ്മൾ കട്ട് പോക്കറ്റ് പോലെ കീറിയിട്ടാണ് ഈ ഭാഗം കൊടുക്കുന്നത്. അപ്പം ഇവിടം കൊണ്ടാണ് നമ്മളിങ്ങനെ വെട്ടുന്നത്. ഇതിൻ്റെ പകുതി എത്രത്തോളം നിങ്ങൾ പടി കൊടുത്തോ ആ പടിയുടെ പകുതി ഇവിടെ തുമ്പ് കൊടുത്തിട്ടേ വെട്ടാവുള്ളൂ. അപ്പം പ്രാക്ടിക്കലായിട്ട് അത് അടിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ ഉദ്ദേശിച്ച അളവ് തന്നെ കിട്ടും. അപ്പം അതിൻ്റെ എത്രത്തോളമാണ് അത് വെട്ടേണ്ടതെന്നുള്ള ഞാൻ നിങ്ങൾക്ക് ഇപ്പം തന്നെ കാണിച്ചു തരാം. നമുക്ക് എന്താണെങ്കിലും അളവെടുത്ത് അതിലേക്ക് പോകാം. തുണി എങ്ങനെയാണ് ഇടുന്നതെന്നും അതെങ്ങനെയാണ് വെട്ടുന്നതെന്നും ഒക്കെ ഞാൻ കൃത്യമായിട്ടൊന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇനി അളവ് ടോപ്പ് വെട്ടേണ്ടി വന്നാലും വളരെ ഈസി ആയിട്ട് തന്നെ അത് ചെയ്യാൻ പറ്റും. അപ്പം വൃത്തിയായിട്ട് തന്നെ പഠിച്ചിരുന്നാൽ പല ഹോസ്പിറ്റലുകളിലും ഇപ്പം യൂണിഫോമാണ്, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. അപ്പം കൃത്യമായിട്ട് ഒരു മോഡൽ ചെയ്യാൻ പഠിക്കുവാണെങ്കിൽ ആ മോഡലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മറ്റുള്ള മോഡലുകളിലേക്ക് പോകാൻ പറ്റും. ഇപ്പോൾ ഇത് പിന്നെ ഇത്രയും വണ്ണം ഉള്ളത് കൊണ്ട് 60 ഇഞ്ച് വീതിയുടെ തുണിയാണ് നമുക്ക് 2ആയിട്ട് മടക്കിയിട്ടാൽ ഫ്രണ്ടും ബാക്കും നമുക്ക് കിട്ടും. ബാക്ക് പീസും ഫ്രണ്ട് പീസും ഈ ഒറ്റ ലെയറിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇങ്ങനെ മടക്കിയിടുമ്പോൾ അകമ്പുറമൊക്കെ ഒന്ന് പ്രത്യേകം നമ്മൾ നോക്കിക്കോണം എത്രത്തോളം വരുന്നു കേട്ടോ. നോക്കിയിട്ട്
എവിടെ പോവാ? എന്നാൽ പോയിട്ട് വാ. ഈ രീതിയിൽ തന്നെ തുണി നിങ്ങൾ മടക്കിയിടണം. ഈ രീതി കണ്ടോ, ഇങ്ങനെ രണ്ടായിട്ട് തന്നെ ഇങ്ങനെ മടക്കിയിടണം. നടുക്കുവശം നമ്മൾ സെൻറ്റർ ചെയ്യണം. അങ്ങനെ ഒറ്റ തുണി തന്നെ ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടണം. അപ്പോൾ ആ ഒറ്റ ലെയറിൽ തന്നെ നിങ്ങൾക്ക് 60 ഇഞ്ച് വീതിയുടെ തുണിയാണെങ്കിൽ കറക്റ്റായിട്ട് ഈ മടക്കി ഇട്ടിട്ട് ചുമ്മാ ജസ്റ്റ് ഇത് ഇങ്ങനെയാണ് വെച്ച് നോക്കാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ ഇതിന് വരുന്ന അളവ്. അപ്പോൾ നമുക്ക് തുണി വേസ്റ്റ് ആകാതെ തന്നെ കിട്ടും. ഇങ്ങനെയൊന്ന് വെച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം തന്നെ സ്ട്രെയിറ്റ് സ്കെയിലിന് അടിവശം ഒന്ന് ക്ലിയർ ചെയ്യണം. ഞാനൊന്ന് പൺസ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കി തുണി ലെവൽ ചെയ്തില്ലായിരുന്നു. ഞാൻ ആദ്യം വെക്കുക. അതിനുശേഷം മടക്കി അടിക്കാനുള്ള നമ്മൾ കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഫ്രണ്ട് പീസിൽ ആദ്യം ഇറക്കം എടുക്കണം. ഇങ്ങനെ തന്നെ നൂർത്തിട്ടിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെ തന്നെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇറക്കം എടുക്കണം. ഇറക്കം എത്ര ഇഞ്ചെന്ന് പറഞ്ഞാൽ തീർന്ന് കിട്ടേണ്ടത് 26. അപ്പം 27 ഇഞ്ചിൽ മാർക്ക് ചെയ്യണം. കൈയെത്തുമ്പോൾ കൂട്ടി ഇവിടെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ മാർക്ക്. അതിന് ശേഷം നമ്മുടെ ഷോൾഡർ നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലെ കണ്ടോ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന പോലെ വേണം പീസ് ഇടാൻ. മനസ്സിലായോ? നമ്മുടെ ഈ ടേബിളിൻ്റെ ഈ സൈഡിൽ നിന്നല്ലേ കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഈ തള്ളിയിട്ടിട്ട് നമ്മളിങ്ങനെ ചേർന്ന് നിന്നിട്ട് അപ്പം ഷോൾഡർ ഒരു കാരണവശാലും വ്യത്യാസം വരത്തില്ല. ഷോൾഡർ 13.5 കേട്ടോ. ഞാൻ ഇങ്ങനത്തെ വീഡിയോ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കട്ടിങ്ങിന് എളുപ്പമാകാൻ വേണ്ടിയാണ്. ഈ കട്ട് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളവരാണൊക്കെ ഉള്ളൂ ഇതുപോലുള്ള ഐഡിയാസ് കിട്ടുകയുള്ളൂ. ഇങ്ങനെ ചെയ്ത് ഇപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഷോൾഡർ ഇങ്ങനെ നിന്നിട്ട് നമ്മളിങ്ങനെ നിന്ന് വെട്ടുമ്പോൾ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഷോൾഡർ എടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇനി ഇതേപ്പറ്റി അറിയത്തില്ലാത്തവരാണ് ഇങ്ങനെ ഇട്ടിട്ട് ഇവിടുന്ന് ഇങ്ങനെ പിടിക്കും. അതൊക്കെ ചിലപ്പം വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. വലിച്ചു പിടിക്കണം, അതൊന്നും വേണ്ട. നിങ്ങൾ ഇങ്ങനെ ടോപ്പ് ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉടുപ്പിനോട് ചേർന്ന് നിന്നിട്ട് കണ്ടോ, ഇങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ കൃത്യം 13.5. അതുപോലൊക്കെ നിങ്ങൾ ചെയ്ത് ശീലിക്കണം. അപ്പോൾ കട്ടിങ്ങും എളുപ്പമാവും. ഈ കാണുന്നവർക്കാണ് തന്നെ നമ്മുടെ ഈ ചെയ്യുന്ന വർക്കിന് ഒരു മൊത്തത്തിലുള്ള ഒരു പ്ലാനും പദ്ധതിയും കറക്റ്റാണ്. ഈ ഒരു കാഴ്ചക്കാരന് ഒരു കസ്റ്റമർ വന്ന് നോക്കി നിന്നാൽ പോലും തോന്നും. അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും പഠിച്ചു വെക്കുക. അത് നല്ല കട്ടർമാരിൽ നിന്ന് മാത്രമേ ഉള്ളൂ ഇങ്ങനത്തെ ഗുണങ്ങൾ നമുക്ക് കിട്ടുള്ളൂ. 13.5 14 വെട്ടിയാൽ മതി. തയ്യലിത്തം ഉൾപ്പെടെ 14 വെട്ടി. അപ്പോൾ 7 14 നമ്മൾ മാർക്ക് ചെയ്യും. എന്നിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ടോപ്പ് ഇട്ടിട്ട് കൃത്യം ഇങ്ങനെ തന്നെ ഇതിൻ്റെ കൈക്കുഴി മാർക്ക് ചെയ്യുക. എത്ര ഇഞ്ച് വന്നിട്ടുണ്ട്? കൈക്കുഴി വന്നിരിക്കുന്നത് 6.25. നമ്മൾ 1/2 ഇഞ്ച് ഷേപ്പ് തള്ളിയിട്ട് 6.25 ഇവിടെ മാർക്ക് ചെയ്തിട്ട് സ്ട്രേറ്റിങ്ങിനൊരു വര വരച്ചിട്ട് കൃത്യം നമ്മുടെ ഇതിന് മേളിൽ എത്ര ഇഞ്ചുണ്ട് ലൂസ് കൊടുത്തിരിക്കുന്നതെന്ന് നോക്കണം. കൊടുക്കണം 17.5. അപ്പോൾ 8.25 ഇവിടെ മാർക്ക് ചെയ്തു. എന്നിട്ട് ടോപ്പ് സാധനം കൂടെ കയറ്റിയിട്ടിട്ട് മേളിൽ നിന്ന് ഇങ്ങനെ ഒരളവ് പിടിച്ചു. 13 ഇഞ്ചിൽ ഒരളവ് പിടിച്ചു. 13 ഇഞ്ച് ചോക്കുവാട് കൊടുത്തിട്ട് 13 ഇഞ്ചിൽ എത്രയുണ്ടെന്ന് ഇങ്ങനെ അളന്നു. ഇത്രയാണ് 16. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 13.5 തയ്യത്തും മാർക്ക് ചെയ്തു. ഒരു വര വരച്ചു. 16 8 8 16 ഇവിടെ മാർക്ക് ചെയ്തു. ഓക്കെ. ഇനി നമ്മൾ താഴത്തെ വണ്ണം എങ്ങനെയാണ് എടുക്കുന്നത്? നേരെ മേളിലോട്ട് സാധനം കൂടെ കയറ്റിയിട്ടു. കയറ്റിയിട്ടിട്ട് 4 ഇഞ്ച് മേളിൽ സ്ലിറ്റ് നോക്കുക. സ്ലിറ്റ് 5 ഇഞ്ചുണ്ട്. 5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. 5 ഇഞ്ചിൻ്റെ മുകളിലോട്ട് ഒരു വരവ് ഇങ്ങനെ തന്നെ ചെയ്യണം കേട്ടോ. അപ്പം ഒരു കാരണവശാലും നമുക്ക് ലൂസ് തെറ്റത്തില്ല. ഇങ്ങനെ വലിച്ചിട്ടു.
കൈ കൊണ്ടൊക്കെ നമ്മൾ നോർത്ത് കൊടുത്തു. ഇവിടെ മാർക്ക് ചെയ്തു. എത്ര വന്നു? 18.5. അപ്പം 9.4 ഇവിടെ കൊടുത്തു. കണ്ടോ? കൃത്യം നമുക്കിതിൻ്റെ ലൂസ് കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ വേണം നമ്മുടെ ടോപ്പ് മാർക്ക് ചെയ്യാൻ. നിങ്ങൾക്ക് ഞാനൊന്ന് സ്കെയിലിന് വരച്ച് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ 18, 16, 18.5 മേൽവശം ഒന്നും കൂടെ വന്നേക്കാം. 18 ആണോ 17 ആണോ എന്ന് നോക്കട്ടെ. 18 ലാസ്റ്റ് 18 ഉള്ളൂ. 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൂട്ടാനായിട്ട് ഇടണം. അതും നമ്മൾ ഇങ്ങനെ വരച്ച് തന്നെ വെട്ടണം. വരയ്ക്കുന്ന കാര്യത്തിൽ ഒരുപോലെ ഒരു കാരണവശാലും മടി കാണിക്കല്ല. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരാൾ പറഞ്ഞ് ഞാൻ സ്കെയിൽ ഉപയോഗിക്കത്തേ ഇല്ലെന്ന്. അത് എങ്ങനെയാണ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് അളവ് ടോപ്പ് വെച്ചാൽ ഫ്രണ്ട് പീസ് മാർക്ക് ചെയ്യുന്നതിൻ്റെ ഇതൊക്കെ ഏകദേശം മനസ്സിലായല്ലോ. കണ്ടോ നമ്മൾ മാർക്ക് ചെയ്യുന്ന രീതി എങ്ങനെയാണ്, യോക്കിൻ്റെ എങ്ങനെയാണ്, അളവ് ടോപ്പിൽ നിന്നും നമുക്ക് തെറ്റിപ്പോകാതെ കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതല്ലേ, ഒരാൾ ടേപ്പ് സ്കെയിൽ ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു. എനിക്കറിയത്തില്ല, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം തന്നെ ടേപ്പ് ഉപയോഗിക്കത്തില്ല എന്ന് പറഞ്ഞു. പറയും എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നമ്മളെപ്പോഴും വരച്ച് കൊടുക്കണം. സ്വന്തമായിട്ട് ഞാൻ എപ്പോഴും പറയും, സ്വന്തമായിട്ട് വെട്ടി നമ്മൾ തയ്ക്കുമ്പം നമ്മൾ വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മറ്റുള്ളൊരു കട്ടർക്ക് കൊടുക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കട്ടറാകുന്നത്. സ്വന്തമായിട്ട് ഞാൻ വെട്ടി തയ്ച്ചു, ഓക്കെ പറയുന്നത് ഇന്ന കാര്യം ഇരിക്കുന്നു. നമ്മൾ കട്ട് ചെയ്ത് വേറൊരു ടൈലറിന് കൊടുക്കണം. അപ്പോൾ ആ ടൈലറിൻ്റെ മനോഭാവത്തിൽ വരുമ്പോഴേ ഉള്ളൂ നമ്മുടെ കട്ടിങ് ഓക്കെ ആണെന്ന് അറിയത്തുള്ളൂ. ഇപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ട് ചെയ്യുമ്പം നാച്ചുറലായിട്ട് തന്നെ പഠിച്ച് തരുന്നവർ നിങ്ങൾക്ക് ചെയ്തു തരുന്നതനുസരിച്ച് വേണം നിങ്ങൾ ഇത് അനുകൂലിച്ച് ചെയ്യാനും. അവരുടെയൊക്കെ വീഡിയോ വേണം നിങ്ങൾ തുടർച്ചയായിട്ട് കാണാനും. ഇനി നമ്മൾ നെക്കിൻ്റെ വൈഡ് എത്രയുണ്ടെന്ന് നോക്കാം. നെക്കിൻ്റെ വൈഡ് നമുക്ക് തീർന്ന് കിട്ടുന്നത് 6 ഇഞ്ചും വി തീർന്ന് കിട്ടുന്നത് എത്രയാണ്? വിയും 6. അപ്പോൾ നമ്മൾ അതിൻ്റെ എത്ര പറയും? 1/2 ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ 5.5 മാർക്ക് ചെയ്യണം. 5.5 മാർക്ക് ചെയ്തു. വി മാർക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ അറിഞ്ഞ് ടേപ്പിൽ തന്നെ ചെയ്യും. അപ്പോൾ ആദ്യം ഇങ്ങനൊരു സ്ക്വയർ വരും. എന്നിട്ട് ഇതിൽ നിന്ന് വേണം ഇങ്ങനെ നമ്മൾ വീനിട്ട് കൊടുക്കാൻ. മനസ്സിലായോ? ഇതാണ് കൃത്യമായ ഇതിൻ്റെ ഒരു വീനക്ക്. മനസ്സിലായോ? ഇത് വരച്ചിട്ട് വേണം ഇതിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് കട്ട് ചെയ്ത് കളയാൻ. മനസ്സിലായോ? ഓക്കെ. അപ്പോൾ ആദ്യം അതങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് പറയണം, നെക്ക് വെട്ടരുത്. ഇനി നിങ്ങൾക്ക് സംശയമെന്ന് തോന്നിയാൽ ഈ അളവില്ലേ, ഈ അളവ് ഈ നെക്ക് ഇങ്ങനെ പിടിക്കുക. ഫ്രണ്ട് പീസ് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ട് വേണമെന്ന് വെച്ച് വേണേലും നിങ്ങൾക്ക് നോക്കാവുന്നതേ ഉള്ളൂ. കൃത്യമായിട്ട് വന്നിരിക്കുന്നുണ്ടോ? ഇങ്ങനെ തന്നെ. ഇങ്ങനെ നമ്മൾ സാരി ബ്ലൗസിനൊക്കെ നോക്കുന്ന ഈ നെക്ക് ഇങ്ങനെ വെച്ച് വേണം നമുക്ക് നോക്കാം. ഈ പീസ് വെക്കുമ്പോൾ ഇത് ഓക്കെയാണ്. ബാക്ക് പീസ് വെട്ടിക്കഴിഞ്ഞിട്ട് നമുക്കിത് കറക്റ്റ് ചെയ്ത് എടുത്ത് കളഞ്ഞാൽ മതി കേട്ടോ. ആദ്യം ഇങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ആദ്യം ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം. ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാം കേട്ടോ. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടി എൻ്റെ കടയിൽ കിട്ടിയ ഒരു ഇത് തന്നെയാണ്. അതിനാണ് ഈ ലോഗോയും കൂടെ കാണിക്കുന്നത് കേട്ടോ. ഇങ്ങനെ വെട്ടുമ്പോൾ 2 പീസ് എടുത്ത് ഫ്രണ്ട് പീസ് മാത്രമേ വെട്ടാവൂ. ഇനി നമ്മൾ ബാക്കി പീസിലേക്ക് പോകണം.
ബാക്ക് പീസ് ഇതിങ്ങനെ തന്നെ ഇട്ടിട്ട് ബാക്ക് പീസ് എത്രയാണ് ഗേറ്റ് കെട്ടിയിരിക്കുന്നത് നോക്കണം. ബാക്ക് പീസ് ഗേറ്റ് കെട്ടിയിരിക്കുന്നത് 3/4 ഇഞ്ചാണ്. അപ്പോൾ 1.5 ഇഞ്ച് നമ്മൾ ബാക്ക് പീസ് കയറ്റി വെക്കും. ഇങ്ങനെ 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തു. 1.5 ഇഞ്ച് ഇങ്ങനെ 1.5 ഇഞ്ച് മേളിൽ ഇങ്ങനെ ഈ പീസിൽ നിന്നും 1.5 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഫ്രണ്ട് പീസിൽ നിന്നും ഫ്രണ്ട് പീസും ബാക്ക് പീസും ആയി. ബാക്ക് പീസ് എത്രയാണ് കുഴിച്ച് വെട്ടിയിരിക്കുന്നത് നോക്കണം. പീസ് 1.5 ഇഞ്ച് കുഴിച്ച് വെട്ടിയിട്ടുണ്ട്. ബാഗ് നമ്മുടെ ഇറക്കി അത്രയും. എന്നിട്ട് ഫ്രണ്ട് പീസ് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ മടക്കിയിട്ട് ഒരു മാർക്ക് കൊടുക്കണം. ആദ്യം മടക്കിയിട്ട് ഈ വി നമ്മൾ വെട്ടിയെടുത്ത് ഇങ്ങനെ ഒരു മാർക്ക് കൊടുക്കണം. മറന്നു പോലെ ഇങ്ങനെ ഇതിൻ്റെ അളവ് തന്നെ. ഇനി ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ക്വയർ ഇങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഫ്രണ്ട് പീസ് നമ്മൾ വരച്ചിരിക്കുന്ന സ്ക്വയറല്ലേ, ആ സ്ക്വയർ ഇങ്ങനെ. എന്നിട്ട് ഈ നെക്ക് റൗണ്ട് വെട്ടുമ്പോൾ ഒത്തിരി വ്യൂ പോലെ നിങ്ങൾ കുഴിക്കേണ്ടത് ഇങ്ങനെ ഈ ഒരു ഷേപ്പ് മതി. കണ്ടോ, ഞാൻ ഒന്നുകൂടെ കാണിക്കുക. ഈ ഒരൊറ്റ ഓവൽ പോലെ ഒരു ഷേപ്പ് ഇങ്ങനെ വെട്ടാവുള്ളൂ. അതാദ്യം നമുക്ക് വെട്ടാം. വെട്ടി അതും കഴിഞ്ഞിട്ട് നമ്മൾ 3/4 ഇഞ്ച് ഇവിടെ ഒരു മാർക്ക് കൊടുത്തു. ഇതിലും 3/4 ഇഞ്ച് മാർക്ക്. കാരണം 1.5 ഈ പടിയുടെ വീതി എന്ന് പറയുന്നത് 1.25 ഉണ്ട്. 3/4 ഇഞ്ച് വീതിയിലുള്ള നമ്മൾ എടുത്ത് കളഞ്ഞാൽ മതി. 1/2 ഇഞ്ച് എടുത്ത് കളഞ്ഞാലും മതി. ഇനി 1/2 ഇഞ്ച് എടുത്തു. 3/4 വേണ്ട, 1/2 ഇഞ്ച് നമ്മൾ എടുത്തു. ഇതാണ് ഇതിൻ്റെ കൃത്യമായിട്ടുള്ളത്. അപ്പോൾ ഷോൾഡർ പിടിക്കുമ്പോൾ കണ്ടോ ഇത്രയും വ്യത്യാസം വന്നു. 1/2 ഇഞ്ച് ഇവിടെ നമ്മൾ ഈ മറ്റേ പടിയും കൂടെ ചേർക്കുമ്പോൾ ഇത് കൃത്യമായിട്ട് തന്നെ വരും. അങ്ങനെയുള്ളൂ. ഇത് ഈ വീനൊക്കെ ഇത് പിന്നെ നോർത്തും കൊണ്ടൊന്ന് കാണിക്കാം നിങ്ങളെ. കണ്ടോ, നോർത്ത് കണ്ടല്ലോ. ഇവിടെ നമ്മൾ കട്ട് പോക്കറ്റ് പോലെ ഇങ്ങനെ കീറിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കീറിയിട്ടാണ് ഇത് പടി പിടിപ്പിക്കുന്നത്. ഇങ്ങനെ കാണിച്ചത് അതുകൊണ്ട് ഇങ്ങനെ കട്ട് പോക്കറ്റ് പോലെ കീറിയിട്ട് മറ്റേ പടി ഒട്ടിച്ചിട്ട് ഇങ്ങനെ ഞാൻ കൊടുക്കുമ്പോൾ കറക്റ്റ് നമുക്ക് ഈ മോഡലിലുള്ള നെക്ക് തന്നെ വരും. പണ്ടൊക്കെ നമ്മൾ ഹൈ നെക്കൊക്കെ വെക്കുന്ന പോലെ മനസ്സിലായിട്ട് ഈ പടി അകത്തോട്ട് കൊടുക്കുന്നു. ഇതേപോലെ തന്നെ ഫ്രണ്ടും ബാഗും നിങ്ങൾക്ക് കറക്റ്റായി എന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് വേണ്ടത് എന്താണ്? കൈ വെട്ടണം. കൈ നമുക്ക് രണ്ടായിട്ട് തന്നെ മടക്കിയിട്ട് വെക്കാം. സെയിം അളവാണ് കൈയുടെ പറഞ്ഞിരിക്കുന്നത്. കൈ നമ്മൾ സ്ട്രെയിറ്റ് സ്കെയിൽ കൊണ്ട് ആദ്യം
തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. ഇതേ അളവ് തന്നെ, അളവ് പീസ് വെച്ച് തന്നെ നമുക്ക് മാർക്ക് ചെയ്യാം. കാംകോളിനുള്ള ത്രികാണിനുള്ള കൈക്കുഴി മാർക്ക് ചെയ്തു. ഒന്നേകാലിഞ്ച് നമുക്ക് മടക്കി അടിക്കാനുള്ള മാർക്ക് ചെയ്തു. ഈ കൈ ഇട്ട് തന്നെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് അളവ് ഇതുണ്ടെങ്കിൽ കൈ നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും മറ്റ് പലതും നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അളവ് ടോപ്പ് വെച്ച് നമ്മൾ വെട്ടിയാലും ശരി, നമ്മുടെ ഈ പീസ് വെച്ച് തന്നെ നമ്മുടെ കൈ വെട്ടിയിരിക്കുന്ന കറക്റ്റാണോ എന്ന് ഇങ്ങനൊന്ന് നമ്മൾ നോക്കണം. കൃത്യം കിട്ടും. എന്നിട്ട് ഇത് ഒരു മാർക്ക് കൊടുക്കുക. മാർക്ക് കൊടുത്തിട്ട് വേണം നമുക്ക് ഫ്രണ്ട് പീസ് ഫ്രണ്ട് കുഴിച്ച് വെട്ടാം. ഓക്കെ, ഇത്രയും ഇതായി. ഇനി നമുക്ക് പോക്കറ്റും കൂടെ മാർക്ക് ചെയ്യണം. ഇത് ഈ അളവത്തോട്ട് തന്നെ പോക്കറ്റ് മാർക്ക് ചെയ്യണം. പോക്കറ്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കണം. ആദ്യം അടിവശത്ത് നിന്ന് 4.25 ഇഞ്ച് 4.25 ഇഞ്ച് നമ്മളിങ്ങനെ ഒന്ന് മാർക്ക് കൊടുത്തു. സെൻറ്റർ എത്ര തള്ളിയിട്ടുണ്ട്? 2 ഇഞ്ച്. ഇവിടുന്ന് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. പോക്കറ്റിൻ്റെ വീതി എത്രയാണ്? പോക്കറ്റിൻ്റെ വീതി 4.25, നീളം 6.25. 4.25 ഇവിടെ മാർക്ക് ചെയ്തു. 6.25 പോക്കറ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഇതുപോലെ തന്നെ നിങ്ങൾ പോക്കറ്റ് നോക്കണം കേട്ടോ. പോക്കറ്റും കൂടെ മാർക്ക് ചെയ്ത് വേണം കട്ടർക്ക് തയ്ക്കാൻ കൊടുക്കുമ്പോൾ കൊടുക്കാൻ. ഇല്ലെങ്കിൽ അവരവരുടെ രീതിയിൽ ചെയ്യുമ്പോൾ പലയിടത്തും വ്യത്യാസം വരും. പണ്ട് ഇപ്പം ഞാൻ വീഡിയോ ഇട്ടപ്പോൾ ഒരാൾ പറഞ്ഞു കേട്ടില്ല, ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞ പോലെ നിങ്ങളങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഉപയോഗിക്കണം. നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നെയാണ് ഈ സ്കെയിൽ ഇറങ്ങിയത്. എന്നിട്ട് നിങ്ങൾ വേറൊരു കട്ടർക്ക് നിങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അവരഭിപ്രായം പറയുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ കട്ടറായി മാറുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നന്മകൾ നേരുന്നു. നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ രീതിയിൽ ശരിയായ രീതിയിൽ പഠിച്ച് മുന്നോട്ട് പോവുക. എളുപ്പവഴികൾ ഒരിക്കലും തയ്യൽ സ്വീകരിക്കല്ല. നമുക്ക് തയ്ക്കാൻ തരുന്ന കസ്റ്റമർ ഇന്ന് വന്ന് നാളെ നമുക്ക് വരികയും ചെയ്യണം. അവർ 4 പേരോട് പറയുകയും ചെയ്യണം. അങ്ങനെയാണ് നമ്മുടെ സ്ഥാപനം എപ്പോഴും ഉയർന്ന നിലയിലേക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത്. ഒരു ദിവസം നമുക്ക് ഒരു കസ്റ്റമറെ കിട്ടിയാലും മതി. 5ഉം 6ഉം വേണമെന്നില്ല. ഒരാളെ പിടിച്ച് നിർത്താൻ പറ്റിയാൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഒരു 4 പേരെ വെച്ച് തയ്ക്കാവുന്ന തയ്യൽ നിങ്ങൾക്ക് കിട്ടും. എല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ കേട്ടോ. ഓക്കെ, താങ്ക് യു.